തൻ്റെ സിനിമാ പ്രവേശനത്തിൻ്റെ ആദ്യ നാളുകളിൽ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. ഈ മുഖമൊക്കെ കാണാൻ ആരെങ്കിലും തിയേറ്ററിൽ പോകുമോ? കളിയാക്കലുകളും പരിഹാസങ്ങളും നിരന്തരം കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കഥ അതൊരു ഇൻസ്പിറേഷനാണ്. ജൂൺ 22 ആയാൽ ഈ ഡയലോഗ് നമ്മൾ എവിടെയെങ്കിലും കേട്ടിരിക്കും. വർഷങ്ങളായി ഇതേ ദിവസം ഇതേ ഡയലോഗ് കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരിക്കൽ പോലും പഠിപ്പിക്കാത്ത ഈ കഥ ആരുടെയാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല എന്ന് തന്നെ തോന്നുന്നു. നെഞ്ചിൽ കുടിയേർക്കും എന്ന ഒറ്റ ഡയലോഗിൽ കേൾക്കുന്നവർക്ക് രോമാഞ്ചം ഉണ്ടാകണമെങ്കിൽ അത് പറയുന്നത് ദളപതി വിജയ് ആയിരിക്കും. 1974 ജൂൺ 22 ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന ദളപതി വിജയ് ജനിച്ചു. സിനിമാ സംവിധായകൻ കൂടിയായിരുന്ന SA ചന്ദ്രശേഖരുടെ മകനായിട്ടാണ് ജനനം. 1984 വെട്രി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി സിനിമാ പ്രവേശനം. 1992 നാളെയ തീർപ്പ് എന്ന ചിത്രത്തിലൂടെ ലീഡ് റോളിലെത്തി. പിന്നീട് ലീഡ് റോളുകൾ തുടർന്നു. തുള്ളാതെ മനവും തുള്ളും, ഖുഷി, ഷാജഹാൻ എന്നിങ്ങനെ നല്ല നല്ല സിനിമകളുടെ ഭാഗമായി. അങ്ങനെയിരിക്കെ 2003 ഗില്ലി എന്ന ചിത്രം ഇറങ്ങുന്നു. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 50 കോടിയിലധികം കളക്ട് ചെയ്യുന്നു. തമിഴ് സിനിമയിൽ വിജയ് എന്ന പേരും ഉറപ്പിച്ചു. ഇതൊക്കെ എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്ന കഥകളാണ്. എന്നാൽ ദളപതി വിജയുടെ കഥ ഏറ്റവും മനോഹരമാക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ്. നിരന്തരമായ പരാജയങ്ങൾ വിജയ് നേരിടുന്ന സമയം. 2011 മലയാളത്തിലേറെ വിജയമായ ബോഡിഗാർഡ് എന്ന ചിത്രത്തിന്റെ റീമേക്കായി സിദ്ദിഖ് തമിഴ്നാട്ടിലെത്തുന്നു. അതിനായി സിദ്ദിഖ് കണ്ടെത്തിയ നടനാവട്ടെ വിജയും. ചിത്രം ഹിറ്റാവുകയും ചെയ്തു. അതേ വർഷം വേലായുധം ഇറങ്ങുന്നു. വ്യത്യസ്ത പ്രമേയത്തിൽ വന്ന ചിത്രവും ഹിറ്റ്. 2012 ശങ്കറിന്റെ സംവിധാനത്തിൽ നൻപൻ, 3 സുഹൃത്തുക്കളുടെ കഥ പറയുന്ന ചിത്രം തമിഴകം ഏറ്റെടുത്തു. ചിത്രം ഹിറ്റ്. 2012 നവംബർ 13 സൗത്ത് ഇന്ത്യയിൽ ഒരു ബോക്സ് ഓഫീസ് ബ്ലാസ്റ്റ് ഉണ്ടായി. ക്യാപ്റ്റൻ ജഗദീഷ് സൗത്ത് ഇന്ത്യൻ തിയേറ്റർ മുഴുവൻ അടക്കി വാഴുന്നു. അടുത്ത കാലത്ത് വല്ലതും ടിക്കറ്റ് കിട്ടുമോ എന്നോർത്ത് തിയേറ്റർ വിടാത്ത പ്രേക്ഷകർ. വിജയുടെ സിനിമാ ജീവിതത്തിലെ ആദ്യ 100 കോടി 11 ദിവസങ്ങൾ കൊണ്ട് പറന്നു. AR മുരുകദോസിന്റെ തുപ്പാക്കി സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഏറ്റെടുത്തു. എന്നാൽ 2013 തലൈവയുടെ റിലീസ് ചില പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ നിമിത്തം തമിഴ്നാട്ടിൽ റിലീസ് ഉണ്ടായിരിക്കില്ല എന്നറിയിക്കുന്നു. എന്നാൽ പിന്നീട് അതേ വർഷം തന്നെ ചിത്രം റിലീസാവുകയും ചിത്രം ഹിറ്റ് ആവുകയും ചെയ്തു. 2014 ജില്ലയുടെ റിലീസ് സമയത്തും ചില പ്രശ്നങ്ങൾ വന്നു. എന്നാൽ വിജയ്ക്കൊപ്പം മലയാളത്തിന്റെ മോഹൻലാലും ഒന്നിച്ച ജില്ല റിലീസാവുകയും ഹിറ്റിലേക്ക് നീങ്ങുകയും ചെയ്തു. 2014 മറ്റൊന്നുകൂടെ സംഭവിച്ചു. ഒക്ടോബർ 22 മറ്റൊരു ബ്ലാസ്റ്റ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നടന്നു. അതും AR മുരുകദോസിന്റെ സംവിധാനത്തിൽ. ചിത്രം ഹിറ്റും കഴിഞ്ഞ് ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിച്ചപ്പോൾ 2014 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ തമിഴ് ചിത്രവും അതുപോലെ തന്നെ വിജയുടെ കരിയറിലെ രണ്ടാമത്തെ 100 കോടി ചിത്രവുമായി കത്തിമാറി. 2015 ചിമ്പുദേവന്റെ സംവിധാനത്തിൽ പുലി റിലീസാകുന്നു. ഇത്ര നാൾ മെല്ലെ മെല്ലെ കെട്ടിയെടുത്ത സ്ഥാനം ഒറ്റയടിക്ക് താഴെ പോകുന്ന പോലെ പുലി പരാജയമായി മാറി. വിജയുടെ കരിയറിലെ മോശം പടം ഏതെന്ന് ചോദിച്ചാൽ ആദ്യം എത്തുന്ന പേര് പുലി എന്നായി. വീണ്ടും കളിയാക്കലുകളും പരിഹാസങ്ങളും, ഫാൻ ഫൈറ്റ് വരെ കാര്യങ്ങളെത്തി. എല്ലാവരുടെയും വിജയങ്ങൾക്ക് പിന്നിൽ ഒരു പെണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. എന്നാൽ എൻ്റെ വിജയത്തിന് പിന്നിൽ നിരവധി അപമാനങ്ങളാണ്, വിജയ് തന്നെ പറഞ്ഞു. എവിടെ നിങ്ങളുടെ തലൈവരെ എന്ന് ചോദിച്ചവർക്ക് 2014 അറ്റ്ലിയുടെ സംവിധാനത്തിൽ വന്ന തെറിയിലൂടെ വമ്പൻ മറുപടി കൊടുത്തു. ബോക്സ് ഓഫീസ് കിങ് വീണ്ടും വേട്ട ആരംഭിച്ചു. 160 കോടിക്ക് മേലെ ചിത്രം കളക്ഷൻ നേടി. ദളപതി വിജയ്ക്ക് പുതിയൊരു പട്ടവും, സാമ്രാട്ട് ഓഫ് സൗത്ത് ഇന്ത്യൻ സിനിമ. 2017 ഭൈരവ സൂപ്പർ ഹിറ്റ്, മെർസൽ ബ്ലോക്ക് ബസ്റ്റർ, വേട്ട തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. 2018 ഹിറ്റ് കോംബോ വീണ്ടും. AR മുരുകദോസ് വീണ്ടും വിജയ്ക്കൊപ്പം സർക്കാരുമായി എത്തി. 260 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ കളക്ഷൻ. ചിത്രം ഹിറ്റ്. 2019 ദീപാവലി അറ്റ്ലി രായപ്പനുമായി വന്നു. ബോക്സ് ഓഫീസ് അടിച്ചുകുലുക്കി 300 കോടിയിലധികം നേടി. അതിനു പിന്നാലെ കൊറോണ മഹാമാരി എത്തി. തിയേറ്ററുകളെല്ലാം പൂട്ടി. ഇനി എന്ത് എന്ന് തിയേറ്റർ ഉടമകൾ ചിന്തിക്കുന്ന സമയത്ത് 2021 ജനുവരി 13 മാസ്റ്റർ റിലീസാകുന്നു. വീണ്ടും ആളുകൾ തിയേറ്ററിലേക്ക് എത്തുന്നു. രക്ഷകൻ എന്ന് വിളിച്ച് കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിച്ച ദിവസം. നെൽസന്റെ സംവിധാനത്തിൽ ബീസ്റ്റ്. തൊട്ടടുത്ത വർഷം വാരിസ് ഇറങ്ങുന്നു. രണ്ടും അത്ര പ്രേക്ഷക പ്രശംസ കിട്ടിയില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ ചിത്രം വിജയമായിരുന്നു. ഒടുവിലായി ഇറങ്ങിയ ലിയോയും വൻ വിജയമായിരുന്നു. ഇനി വരാനിരിക്കുന്നതും പ്രതീക്ഷയുള്ള ചിത്രങ്ങൾ. എന്നാൽ വിജയ് തിരഞ്ഞെടുക്കുന്ന സിനിമകളിൽ ഒരു രാഷ്ട്രീയം പറയാനുണ്ടാകും. അതുകൊണ്ടാണ് വിജയ് ചിത്രങ്ങളെ ഇത്ര ഭയക്കുന്നതും. വിജയ് ചിത്രം വരുന്നു എന്നാൽ ആഘോഷങ്ങളുടെ ദിവസം വരുന്നു എന്നാണ്. രാഷ്ട്രീയവും മറ്റും തൽക്കാലത്തേക്ക് മാറ്റാം. ദളപതി വിജയ്ക്ക് 1000 ജന്മദിനാശംസകൾ.